മുൻ കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥിനെ കണ്ട് PV അൻവർ ഒരുമിച്ച് നിൽക്കണമെന്ന് അൻവർ അഭ്യർത്ഥിച്ചെന്നും താല്പര്യമില്ലെന്ന് അൻവറിനെ അറിയിച്ചെന്നും എ വി ഗോപിനാഥ്. ഇന്നലെ രാത്രിയാണ് അൻവർ ഗോപിനാഥിന്റെ വീട്ടിലെത്തിയത്. അൻവറിന്റെ സന്ദർശനം സ്ഥിരീകരിച്ച എ വി ഗോപിനാഥ് ഒരു ഫോർമൽ സന്ദർശനമായിരുന്നുവെന്നും അരമണിക്കൂറോളം സംസാരിച്ചുവെന്നും ഒരുമിച്ച് പോകാമെന്ന് ആവശ്യപ്പെട്ടെന്നും വ്യക്തമാക്കി. എന്നാൽ ഒരു പാർട്ടിയിലും ചേരേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളതെന്ന് അൻവറിനോട് പറഞ്ഞെന്നും എ വി ഗോപിനാഥ് അറിയിച്ചു. അൻവർ ഇന്നലെ രാവിലെ 6 മണിക്ക് വന്നു. എന്ത് പറഞ്ഞു? ഒരു അരമണിക്കൂറ് ഒരു ഫോർമൽ ഡിസ്കഷൻ അയാൾ പോയി. ഓ ശരി, അയാളുടെ ഒപ്പം ചേരണമെന്നായിരിക്കും അല്ലേ? അതാണ് ഒരു സംസാരത്തിന് ഒന്നിച്ചു പോകാം, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കാം, എല്ലാം പരിഹരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ അതിനെ പറ്റി ആളല്ല, ഞാൻ മനസ്സിലാവും, അതിനില്ലാന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾ മുന്നോട്ട് പോകാം, ഞാനില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഇപ്പൊ ഒരു പാർട്ടിയും ചേർന്നിട്ടില്ല. പക്ഷെ രാജിവെച്ചതിന് ശേഷം എനിക്ക് ഒരു നിയന്ത്രണവും ഇല്ല ആരുടെയും. എന്റെ ഇനി പുറത്താക്കാനൊന്നും പറ്റില്ല. ഒരു പ്രത്യേകം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കും. ആർക്കാണ് ശരി തോന്നിയാൽ ഞാൻ അവർക്ക് പിന്തുണ കൊടുക്കും. അതിന് ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം ഞാൻ ഭയപ്പെട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്നെ ഇതിനും പറ്റിയിരിക്കും. ഞാൻ വരില്ല. നമ്മളൊരു കോൺഗ്രസിനും ഇല്ല, ഒരു കോൺഗ്രസിനും ഇല്ല അവർക്ക്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, എ വി ഗോപിനാഥ് പറയുന്നത് ഒരു പാർട്ടിയിലേക്കുമില്ല, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന സ്വതന്ത്രമായ നിലപാട് പറയുന്നതിനുള്ള സാഹചര്യം അത് നിലനിർത്തി പോവുകയെന്നാണ്. മറുവശത്ത് അൻവർ സാധ്യമായ എല്ലാ ആളുകളെയും കൂട്ടി തൃണമൂൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കമായിട്ടാണ് ഇപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതലയേറ്റ PV അൻവർ കോൺഗ്രസിലും അതോടൊപ്പം തന്നെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളിലും അതൃപ്തരായി നിൽക്കുന്ന ആളുകളെ തൻ്റെ ഒപ്പം ചേർക്കുക എന്ന ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ രാവിലെ എ വി ഗോപിനാഥിനെ സന്ദർശിച്ചിട്ടുള്ളത്. എ വി ഗോപിനാഥിനെ മാത്രമല്ല, എ വി ഗോപിനാഥിനോടൊപ്പം നിൽക്കുന്ന പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ചില പ്രാദേശിക നേതാക്കളെ കൂടി അൻവർ കണ്ടിട്ടുണ്ട്. അവരോടെല്ലാം പറഞ്ഞിരുന്നത് ഒരുമിച്ച് പോകാം എന്നുള്ളതായിരുന്നു. പക്ഷേ എ വി ഗോപിനാഥ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു താല്പര്യവും പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഒരു പാർട്ടിയുടെ ഭാഗമാകാനില്ല. അതോടൊപ്പം തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് UDFന്റെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ കൂടി കേരളത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇനി UDFന്റെ ഭാഗമായി പ്രവർത്തിക്കാനില്ല എന്ന സന്ദേശവും എ വി ഗോപിനാഥ് PV അൻവറിന് നൽകിയിട്ടുണ്ട്. എ വി ഗോപിനാഥിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളും അത് തന്നെയാണ്, സമാന മറുപടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും അൻവറിനോടൊപ്പം ഇല്ല എന്നുള്ളത് തന്നെയാണ് എ വി ഗോപിനാഥ് പറയുന്നത്. എ വി ഗോപിനാഥ് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസുമായി വിട്ടുനിൽക്കുകയാണ്. എ വി ഗോപിനാഥിനെതിരെ കോൺഗ്രസ് നേതൃത്വം തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എ വി ഗോപിനാഥ് പിന്തുണ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാനുള്ളത്. അവിടെയും CPMമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ധാരണയിലാണ് എ വി ഗോപിനാഥ് നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അൻവറുമായി ഇനി ഒരുമിച്ച് പോകുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് തന്നെയാണ് എ വി ഗോപിനാഥിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അതേ സന്ദേശം തന്നെയാണ് എ വി ഗോപിനാഥ് അൻവറിനോട് പറയുകയും ചെയ്തിട്ടുള്ളത്. ശരി, പാലക്കാട് നിന്ന് പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.